അപ്പോൾ രാവിലെ നമ്മളെ മോഹനേട്ടൻ വന്നു. മോഹനേട്ടൻ അപ്പുറത്തെ ചേച്ചീൻ്റെ പറമ്പിൽ പണിക്ക് പോയിരുന്നു. അപ്പോൾ മോഹനേട്ടന് ഒരു ഗ്ലാസ് ചായ എല്ലാം കൊടുത്തു. അമ്മയും മോഹനേട്ടനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അച്ഛൻ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സൗദമ്മ നെയ്യ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിന്. അപ്പോൾ സൗദമ്മേൻ്റെ മടിയിലെല്ലാം കയറി നമ്മളെ ആരൂട്ടൻ കുറേ സമയം കളി തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾക്ക് സൗദമ്മയ്ക്കുള്ള നെയ്യാണ്. അത് ഒരുക്കി കുപ്പിയിലാക്കി സൗദമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. സൗദമ്മ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സൗദമ്മ പോവാൻ നോക്കുമ്പം ആരും പിറകെ തന്നെ ഞാനും വരുന്നുണ്ട് പറഞ്ഞിട്ട് പോവാണ്. അപ്പം നമ്മളെ ദിച്ച് വല്യമ്മ മോര് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം വല്യമ്മയുടെ എന്തൊക്കെയോ കുശലമൊക്കെ പറഞ്ഞു. അപ്പോൾ വല്യമ്മ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കറി വെക്കാനുള്ള കപ്പൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ നമ്മൾ ദിച്ച് വല്യമ്മേൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് കപ്പൊക്കെയെല്ലാം പറിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് നടന്ന് വരികയാണ്. നമ്മളെ വീട്ടിന് മുമ്പിലുള്ള കൊല്ലിയാണ്, കൊല്ലിത്തോട്. അപ്പം അതെല്ലാ സമയത്തൊന്നും അതിൽ വെള്ളം ഉണ്ടാവില്ല. ഈ മഴ പെയ്ത് പോകുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ കുത്തിയൊലിച്ചിട്ട് പോകുന്ന വെള്ളം ഉണ്ടാവും. ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. ഇല്ലെങ്കിൽ ഭയങ്കര ശക്തിയായിട്ട് വെള്ളം ഉണ്ടാവും. കുട്ടികളൊക്കെ വിടാൻ തന്നെ പേടിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മോഹനേട്ടൻ ചേച്ചീൻ്റെ പറമ്പിൽ പണിയെടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മോഹനേട്ടനോടൊന്ന് ഉരിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ പാരയൊക്കെ സംഘടിപ്പിച്ച് മോഹനേട്ടന് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആരുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആരുവിനും മോഹനേട്ടനോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷമാണ്. അവന് ഒന്നിച്ച് കളിക്കാനും നേരം പോക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങയൊക്കെ എടുത്തിട്ട് ഇത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അത് നിൽക്കുന്നത് തേങ്ങയും കൊണ്ട്. എന്നോട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇളനീരുണ്ടമ്മ അപ്പുറത്ത് എടുത്തതാ. അപ്പോൾ ഈ വിളയാത്ത തേങ്ങ ആയതുകൊണ്ടേ കുറച്ച് തേങ്ങ വിളഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇളനീരാണെന്നാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കേക്കുള്ള ഭക്ഷണം തയ്യാറായി. വല്യമ്മേൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന കപ്പക്ക പുളിശ്ശേരി, അതുപോലെ തന്നെ മത്തി പൊരിച്ചതും പപ്പടവുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ എല്ലായിടത്തേക്കും എത്തിക്കുക. ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ.